നീ ആരുടെ എങ്ങോട്ടേക്കാണ് ഈ കുത്തിക്കേറി പോനെന്നും പറഞ്ഞ് ഒരു സാറങ്ങാട് വന്നു. അവിടെ നിന്ന് മുതൽ രംഗം വേറെ ലെവലിലേക്കാണ് പോയട്ടോ. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലേക്ക് വന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ്. നല്ല തിരക്കുള്ള സമയത്ത് ഇവര് കുത്തിക്കേറി നേരെ ഫ്രണ്ടിലേക്കാണ് വന്നത്. നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഓവർടേക്ക് ചെയ്ത് കുത്തിക്കേറാൻ വേണ്ടി ശ്രമിച്ചു. നല്ല ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ അതിന് പറ്റിയില്ല. ഇടയിൽ വെച്ച് അവർ സ്റ്റക്കായി. ടോട്ടലി ബ്ലോക്ക് ആയ കാരണം നമ്മൾക്കും പോകാൻ പറ്റിയില്ല, അപ്പുറത്തുള്ള KSRTC ബസ്സുകാരനും വരെ പോകാൻ പറ്റിയില്ല. അതിന്റെ കണ്ടക്ടറൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് നേരെ ബസ്സുകാരന്റെ അടുത്തേക്കാണ് പോയത്. നീ ആരുടെ എങ്ങാനേക്കാണ് കുത്തിക്കേറ്റി പോനെന്ന് ചോദിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് എപ്പോഴുള്ള പരിപാടിയാണ് ഈ ഒരു കുത്തിക്കേറ്റല്. ബാക്കിയുള്ളവര് എങ്ങനെയൊക്കെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നേരെ വന്ന് ഓപ്പോസിറ്റ് വന്നിട്ട് കുത്തിക്കേറ്റി അതിന്റെ ഇടയിൽ കൂടി പോകാനായിട്ട് എപ്പോഴും നോക്കാറുണ്ട്. അതിപ്പോ കൽപ്പറ്റയെന്നല്ല, കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസ് ഓഫീസർ വന്നിട്ട് ബാക്കിയുള്ള വണ്ടികൾ നൈസായിട്ട് അവിടുന്ന് ബ്ലോക്ക് മാറ്റിയിട്ട് പോവാനായിട്ട് പറഞ്ഞു. ഈ വണ്ടിനോട് നേരെ ബാക്ക് ഇറക്കിക്കൊള്ളാനാണ് പറഞ്ഞത്. അതെന്തായാലും നന്നായി. ആദ്യമൊന്നും പറഞ്ഞിട്ട് പുള്ളി കേൾക്കണുണ്ടായില്ലോ. പിന്നെ നല്ല രീതിയിൽ പറയേണ്ട പോലെ പറഞ്ഞപ്പോഴാണ് പുള്ളി ബാക്കോട്ട് പോയത്. പുള്ളി വീണ്ടും ഫ്രണ്ടോട്ട് എടുത്ത് ബ്ലോക്കിന്റെ ഇടയിൽ കുത്തിക്കയറ്റാൻ നിന്ന്. അതും ആ പോലീസുകാരനുള്ളപ്പോ തന്നെ കയറ്റാൻ നോക്കിയായിരുന്നു. പക്ഷെ സമ്മതിച്ചു കൊടുത്തില്ല. ആ ഓഫീസർ എന്തായാലും ഒരു കിഡിലൻ സാറ് തന്നെയാണ്. നേരെ പൊക്കോളാൻ പറഞ്ഞു. ബാക്കോട്ട് പോകുമെന്നും പറഞ്ഞിട്ട് ഫുള്ള് ബാക്കോട്ട് പോയി. ഇതിൽ വരാൻ പോണ മെയിൻ കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ബസ്സുകാരല്ലേ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരല്ലേ, ബാക്കിയുള്ളവരെന്താ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനല്ലേ നടക്കുന്നത്. അത് മാത്രമല്ല ഇതിൽ കുറെ പേരില്ല ബസ്സിൽ, അവരുടെ എല്ലാവരുടെയും സമയമല്ലേ കളയണത്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ മെസ്സേജ് വരാനായിട്ടും അല്ലെങ്കിൽ കമന്റ് വരാനായിട്ടും ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്തത് കൊണ്ട് ആർക്കാണ് ഉപകാരം? ബസ്സുകാരുടെ ടൈമിങ്ങിന് വേണ്ടിയിട്ടോ. ഈ അടുപ്പിച്ചുള്ള 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിന്റെ ഗ്യാപ്പിലുള്ള ബസ്സുകൾക്കാണ് ഈ ഒരു മെയിൻ പ്രശ്നം വന്നത്. ഈ സംഭവം മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ ആൾക്കാരുടെ എണ്ണം, അതായത് വണ്ടിയിലുള്ള ആൾക്കാരുടെ എന്താണ് സമയം നോക്കിയിട്ടല്ലേ പോകേണ്ടത് എന്നുള്ള കമന്റ് ഒക്കെ വരും. പല വീഡിയോസിലും ഞാൻ ആ കമന്റ് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ മൊത്തം ഇത്രയും പേര് നിങ്ങൾ കാരണം ഈ ഒരു ബസ്സിലുള്ള ആൾക്കാർ മാത്രമല്ല ഞങ്ങൾ സഹിതം ഞാനിപ്പോ ഒരു KSRTC ബസ്സിലാണ് യാത്ര ചെയ്തത്. ആ ബസ്സിലുണ്ടായ ആൾക്കാർ സഹിതം എത്രയോ സമയമാണ് നമ്മൾ പോയത്. കുറെ സമയം അങ്ങനെ എല്ലാവരുടെയും വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ മാന്യമായിട്ട് റൂൾ അനുസരിച്ച് ബസ് ഓടിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഉണ്ടാവുന്ന ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറക്കാനായിട്ട് പറ്റൂട്ടോ. അവസാനം KSRTC ബസ് അടുത്തെത്തിയോടുകൂടി ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ കയറിപ്പോ എന്നും പറഞ്ഞിട്ട് ആ ഇതിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോ. മര്യാദക്ക് വണ്ടി ഓടിച്ചാൽ മര്യാദക്ക് വീട്ടിൽ പോവാം.